പരിമിതമായെന്ന് മാത്രമല്ല, അത് ശരിക്ക് ഇടതു മുന്നണിക്കകത്ത് അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു എണീറ്റ് നിന്ന് എനിക്ക് വെളിയം ഭാർഗവൻ്റെ കാര്യം പറഞ്ഞു. വെളിയം ഭാർഗവത്തിന് പല കാരണങ്ങളാൽ എനിക്കിഷ്ടമാണ്. പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന രീതിയും ഒക്കെ ആയിട്ട്. അപ്പം മിസ്റ്റർ വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇടതുമുന്നണി യോഗത്തിൽ പിന്നെ വെളിയം ഭാർഗവൻ സംസാരിക്കുന്നത്. മിസ്റ്റർ വിജയൻ, ആ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തർക്കം നടന്ന വലിയ സംഭവം ഉണ്ടായല്ലോ. അന്നൊക്കെ വളരെ ഷാർപ്പായിട്ട് അറുത്ത് മുറിച്ചാണ് പിന്നെ വെളിയം ഭാർഗവൻ പറഞ്ഞത്. അതിനകത്തൊരു മുന്നണിയുടെ എന്താ പറയുന്നത്, ഒരു സമയത്ത് മുന്നണിയുടെ ആ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ അല്ലെങ്കിൽ മുന്നണി പൊളിഞ്ഞു പോകുന്ന തലത്തിലേക്ക് പോലും പിന്നെ ആ ഇഷ്യൂവിനെ വെളിയം ഭാർഗവൻ വലിച്ചഴിച്ചുകൊണ്ട് പോയി അവസാനം CPI പറയുന്നിടത്ത് കൊണ്ട് വെളിയം ഭാർഗവൻ കൊണ്ട് കെട്ടി. അപ്പം ആ വെളിയം ഭാർഗവന് ശേഷം ചന്ദ്രപ്പൻ വന്നു. ചന്ദ്രപ്പനും വെളിയം ഭാർഗവൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ പോലും പാർട്ടി CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ആ നിലപാടുകൾ ഇടതുമുന്നണി യോഗത്തിൽ പ്രസൻറ്റ് ചെയ്യാനും അതിനനുസരിച്ച് വാദിക്കാനും കുറേയൊക്കെ കൊണ്ടുവരാനും ഒക്കെ ചന്ദ്രപ്പനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചന്ദ്രപ്പൻ കഴിഞ്ഞ് കാനം വരുന്നു. കാനം തുടക്കത്തിൽ വളരെ ഫയർ ബ്രാൻഡായിട്ട് നിന്നു. പിന്നീട് അത് കഴിഞ്ഞ് എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. കാനവും പതുക്കെ അവിടെ എന്താ പറയുന്ന കാനത്തിൻ്റെ ശബ്ദവും ഇടതുമുന്നണിക്കകത്ത് പുറത്തുമൊക്കെ നേർത്തു വന്നു. പിന്നീട് ഇപ്പോൾ അതിനേക്കാൾ വളരെ ഫീബിളായി. അതിനകത്ത് പിന്നെ ഇടതുമുന്നണിക്കകത്ത് സ്ട്രോങ് ആയിട്ട് കാര്യം പറയുന്ന തെറ്റെങ്കിൽ തെറ്റ് എന്ന് പറയുന്ന ഒരു കക്ഷിയുമില്ല. തെറ്റെന്ന് പറയാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. തെറ്റെന്നാരെങ്കിലും ഇനി അഥവാ ഒച്ച കുറച്ചാരെങ്കിലും പറഞ്ഞാൽ അതിനെയൊന്നും അംഗീകരിക്കുന്ന ഒരു ലെവലിലും അല്ല CPM. അവർ തീരുമാനിക്കുന്നു, അവർ നടപ്പാക്കുന്നു, മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഈ മുന്നണിയുടെ ഒരുമയോ അല്ല മുന്നണിയുടെ പൊതുവായ കാര്യങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല എന്ന് വേണം. സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇടതുമുന്നണിയുടെ കൺവീനർ ഇല്ലാതെ എത്രയോ കാലം ഈ വണ്ടി ഓടി. പിന്നീട് എന്നിട്ട് എത്ര മാസങ്ങൾക്ക് ശേഷമല്ലേ പിന്നെ വിജയരാഘവനെ കൺവീനറാക്കുന്നത്. വിജയരാഘവനെ കൺവീനറാക്കിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ജയരാജൻ കൺവീനറായി വരുന്നത്. അപ്പം മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുന്നു, വിഹിതം വയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, CPIക്ക് ഇത്ര സീറ്റ്. അല്ലാതെ ഒരു എന്താ പറയുന്നത്, മുന്നണിക്ക് അകത്തൊരു സ്റ്റേക്ക് ഘടകകക്ഷികൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും കാലം കഴിയുന്തോറും കുറഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.